മലയാളത്തിൻ്റെ വരദാനമാണ് MT വാസുദേവൻ നായർ. മലയാളത്തിൻ്റെ എക്കാലത്തെയും മഹാനായ സാഹിത്യ പ്രതിഭ. ഫാസിസത്തിനും ജനാധിപത്യ വിരുദ്ധതയ്ക്കുമെതിരെ എന്നും ശബ്ദമുയർത്തിയ അടിയുറച്ച മതേതരവാദി. MT എന്ന രണ്ടക്ഷരത്തിലൂടെ ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ അതുല്യ വ്യക്തിത്വം. വ്യക്തി താല്പര്യങ്ങൾക്കോ കുടുംബ താല്പര്യങ്ങൾക്കോ വഴങ്ങാത്ത നിഷ്കാമി. ഒരു പുരുഷായുസ് മുഴുവൻ സാഹിത്യ സഫര്യയുടെ നിറകുടം. ആ ബഹുമുഖ പ്രതിഭയെയും മാധ്യമ തമ്പ്രാക്കൾ തങ്ങളുടെ നീചമായ രാഷ്ട്രീയ താല്പര്യങ്ങളിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വിശാലമായ അർത്ഥതലത്തിൽ MT നടത്തിയ പ്രസംഗത്തെ കേവലം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പ്രസംഗമായി ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു. ഇന്നലെ MTയുടെ പ്രസംഗം കഴിഞ്ഞതു മുതൽ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നും അതിലുള്ള ഓപ്പറേഷൻ തുടങ്ങിയിരുന്നു. MTയുടെ സ്വന്തക്കാർ എന്ന് നടിക്കുന്ന ചിലർ മാധ്യമങ്ങളെ വിളിച്ച് കിച്ചൺ ക്യാബിനറ്റ് ചേർന്നു. ഉടൻ ചാനലുകളിൽ ബ്രേക്കിങ്ങും ഫ്ലാഷുമായി. എന്നാൽ പ്രസംഗശേഷം MTയുമായി സംസാരിക്കാൻ ഈ കൂട്ടരാരും തയ്യാറായില്ല. ദേശാഭിമാനി പ്രത്യേക ലേഖകൻ PV ജിജോ വിളിച്ചു. MT പ്രതികരിച്ചു. അതിങ്ങനെ: കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KLF ഉദ്ഘാടന ചടങ്ങിലെ തൻ്റെ പ്രസംഗം മാധ്യമങ്ങൾ വിവാദമാക്കുന്നതിൽ അടിസ്ഥാനമില്ലെന്ന് MT വാസുദേവൻ നായർ പ്രതികരിച്ചു. പ്രസംഗം സംബന്ധിച്ച മാധ്യമങ്ങളുടെ വ്യാഖ്യാനത്തിലും ചർച്ചയിലും എനിക്ക് പങ്കില്ല. എൻ്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ഉദ്ദേശിച്ച് അല്ല. റഷ്യയിലടക്കമുള്ള സാഹചര്യങ്ങൾ പരാമർശിച്ചതിൻ്റെ അർത്ഥം മലയാളം അറിയുന്നവർക്ക് മനസ്സിലാകും. അത് കേരളത്തെ സൂചിപ്പിക്കാനല്ല. മാധ്യമങ്ങൾ കൽപ്പിച്ച് പറയുന്ന വിവാദത്തിനും ചർച്ചയ്ക്കും ഞാനും പ്രസംഗവും ഉത്തരവാദിയല്ല. ശുദ്ധ മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. അതിനെ ചൊല്ലി മുഖ്യമന്ത്രിയെയും മറ്റും വലിച്ചിഴക്കേണ്ടതില്ലെന്നും MT പറഞ്ഞു. വിവാദ വ്യവസായം തുടങ്ങി നിമിഷങ്ങൾക്കകം ഈ പ്രതികരണം ജിജോ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടു. ദേശാഭിമാനി ഓൺലൈനിലും പ്രതികരണം വന്നു. എന്നിട്ടും കോഴിക്കോട്ടെ ഒറ്റ മാധ്യമപ്രവർത്തകൻ പോലും പിന്നീട് MTയെ വിളിച്ചില്ല. അവർക്ക് വേണ്ടത് അതല്ലല്ലോ. ഇന്നത്തെ മനോരമ ലീഡ് വാർത്തയും അതിൻ്റെ തലക്കെട്ടും നോക്കൂ. പിണറായി വേദിയിലിരിക്കെ നേതൃപൂജയ്ക്കെതിരെ MT എന്ന കിക്കറിൽ അധികാരം സർവാധിപത്യമാകുന്നു എന്ന തലക്കെട്ട്. ഇതെങ്ങനെ പിണറായി വിജയനെതിരായ പ്രസംഗമാകും? അധികാരം സർവാധിപത്യം ആകുന്നു എന്നത് പിണറായി വിജയനാണോ ചേരുക, അതോ നരേന്ദ്ര മോഡിക്കാണോ ചേരുക? ഭരണാധികാരികൾ എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്ന് MT വാസുദേവൻ നായർ പറഞ്ഞുവെന്നാണ് ഇൻട്രോ. രാജ്യമാകെ ഫാസിസം പിടിമുറുക്കുമ്പോൾ, കേന്ദ്ര സർക്കാർ അനുദിനം ഫാസിസ്റ്റ് നിലപാടുകളിലേക്ക് നീങ്ങുമ്പോൾ ഈ വിമർശനം ആർക്കാണ് ചേരുക? ആ ലീഡ് വാർത്തയോടൊപ്പം MTയും മുഖ്യമന്ത്രിയും ഇരിക്കുന്ന ചിത്രവും കൊടുത്തിട്ടുണ്ട്. അതിന് കൊടുത്ത അടിക്കുറിപ്പ് വിമർശന കാലം എന്നാണ്. എന്നാൽ ആ വേദിയിൽ രണ്ടുപേരും തികഞ്ഞ സൗഹാർദ്ദത്തിൽ സംസാരിക്കുന്നതാണ് നാം കണ്ടത്. റഷ്യയെയും EMSനെയും MT ഉദാഹരിച്ചതാണ് അത് പിണറായിക്കെതിരാണെന്ന് വരുത്താൻ ശ്രമിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. വ്യാഖ്യാന പടുക്കളായ MN കാരശ്ശേരിയും ഹരീഷ് പേരടിയും ജോയ് മാത്യുവുമെല്ലാം സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു. എന്തിനേറെ, എല്ലാം നിരീക്ഷിക്കുന്ന നിരീക്ഷക വിദഗ്ധൻ ജയശങ്കരൻ വക്കീൽ വരെ പ്രതികരണവുമായി വാളെടുത്തിരിക്കുന്നു. VD സതീശന്റെ കാര്യം പിന്നെ പറയാനില്ലല്ലോ. ഇതിൽ അന്ധമായ CPI വിരോധം കൊണ്ടു നടക്കുന്നവരല്ലാതെ മറ്റാരുണ്ട്? കാവ്യഭൂമിയാകട്ടെ ഈ വാർത്തയിലും കാലത്തെ കാവി ഉടുപ്പിച്ചിരിക്കുന്നു. കാകദൃഷ്ടിയിലൂടെ ഗോപികൃഷ്ണൻ എന്ന കാർട്ടൂണിസ്റ്റിന്റെ ശാപം ചൊരിയൽ. MTയുടെ അടുപ്പക്കാരൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ ചരടുവലിയും ഇതിന് പിന്നിൽ കാണാം. MTയുടെ പ്രസംഗത്തെക്കുറിച്ച് ആ വിദ്വാൻ എഴുതിയതിന് പിന്നിൽ എല്ലാം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൂടി വായിക്കാം.
ഇന്നലെ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിലത് പറയുമെന്നും എല്ലാം വിശദമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും MT പറഞ്ഞിരുന്നു. അതിത്രയും കനപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനമാവുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. ഇന്ന് വൈകിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അതേപ്പറ്റി സംസാരിച്ചു. MT എന്നോട് പറഞ്ഞത് ഇതാണ്: ഞാൻ വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി പറഞ്ഞു, അത്ര തന്നെ. അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത്. തൻ്റെ കാലത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ കൃത്യമായി അടയാളപ്പെടുത്തുകയായിരുന്നു MT എന്നും ആ വിദ്വാൻ എഴുതി ചേർത്തു. കാലം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അവസാന വരി. ഇതിൽ ഒരു കാര്യം മാത്രം പറയാം: താൻ പ്രസംഗിക്കാൻ പോകുന്നത് ഇന്നതാണെന്ന് മുൻകൂർ മറ്റാരോടെങ്കിലും പറയുന്ന വ്യക്തിയല്ല MT എന്ന് MTയെ കുറിച്ച് അറിയുന്ന ആർക്കും അറിയാം. പക്ഷേ തന്നോട് പ്രസംഗത്തെക്കുറിച്ച് സംസാരിച്ചുവെന്ന് പുസ്തക കച്ചവടം നടത്തുന്ന ഈ വിദ്വാനായ എഴുത്തുകാരൻ പറയുന്നു. അത് ശരിയെന്ന് വിശ്വസിച്ചാലും പിണറായി വിജയനെതിരെ എന്ന് വ്യാഖ്യാനിക്കാൻ പാകത്തിൽ എന്തെങ്കിലും ഇയാളോട് പറഞ്ഞിരുന്നോ? എങ്കിൽ അത് വെളിപ്പെടുത്തുന്നതല്ലേ ഹീറോയിസം? ഏതായാലും ഈ വിദ്വാനുമായി രണ്ടാമത് നടന്നുവെന്ന് പറയുന്ന സംസാരത്തിനു ശേഷമാണ് MT ദേശാഭിമാനി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് PV ജിജോവിനോട് സംസാരിച്ചത്. അത് പക്ഷേ മാധ്യമങ്ങൾ കണ്ടെന്ന് നടിക്കുന്നില്ല. അത് മാത്രമാണോ? MT ഇതാദ്യമായാണോ ഇങ്ങനെ പ്രതികരിക്കുന്നത്? സാക്ഷാൽ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുത്തങ്ങയിൽ ആദിവാസികളെ വെടിവെച്ചിട്ടത് ഓർക്കുന്നില്ലേ? അന്ന് മുത്തങ്ങയിൽ ചെന്ന് MT സർക്കാരിനെതിരെ പൊട്ടിത്തെറിച്ചില്ലേ? അന്ന് ഈ മാധ്യമങ്ങളുടെയും പ്രതികരണ തൊഴിലാളികളുടെയും നിലപാട് എന്തായിരുന്നു? നോട്ട് നിരോധന കാലത്ത് MT പ്രതികരിച്ചത് ഓർക്കുമല്ലോ. എന്തായിരുന്നു അന്ന് മാധ്യമങ്ങൾ എടുത്ത നിലപാട്? ഏതാനും മാസം മുമ്പാണ് രാജ്യം ഫാസിസത്തിലേക്ക് നീങ്ങുന്നതിലുള്ള ആശങ്ക MT പങ്കുവച്ചത്. കേരളം മാത്രമാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതെങ്കിലും ഈ മാധ്യമങ്ങൾ വാർത്തയാക്കിയോ? അന്നൊന്നുമില്ലാത്ത ഈ ആവേശ തള്ളൽ ആർക്കു വേണ്ടിയാണ്? ഇങ്ങനെ ആർക്കോ വേണ്ടി സാമ്പാർ തിളപ്പിക്കുന്നതിനിടെ ഒന്ന് MTയെ വിളിക്കാൻ പോലും ഇക്കൂട്ടർക്ക് തോന്നിയില്ലല്ലോ. ഈ വിദ്വാനും മറ്റു ചില ഭിക്ഷാന്തേഹികളും MTയെ പോലും രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് വ്യക്തമാവുകയാണ് ഇതെല്ലാം. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും CPM-നും എതിരെ ഏത് വിധേനയും കഥ സൃഷ്ടിക്കാൻ വെമ്പുന്ന ഗൂഢസംഘം കേരളത്തിൽ എത്രത്തോളം പടർന്ന് പന്തലിച്ചിരിക്കുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നു. ഇത്തരം പുത്തൻ സിൻഡിക്കേറ്റുകൾക്കെതിരായ ജനകീയ പ്രതിരോധമാണ് കാലം ആവശ്യപ്പെടുന്നത്. നയൻതാര അഭിനയിച്ച അന്നപൂരണി എന്ന സിനിമ നെറ്റ്ഫ്ലിക്സ് പിൻവലിച്ചിരിക്കുന്നു. ഒരു ബ്രാഹ്മണ പുരോഹിതന്റെ മകൾ എല്ലാ വിഭവങ്ങളും പാചകം ചെയ്യുന്ന മികച്ച ഷെഫാവാൻ നടത്തുന്ന കഠിന പോരാട്ടങ്ങളുടെ സിനിമയാണ് അത്. ബ്രാഹ്മണ പുരോഹിതന്റെ മകൾ അങ്ങനെ ചെയ്യുന്നത് ഹിന്ദു വികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയെ തുടർന്നാണ് നെറ്റ്ഫ്ലിക്സ് ആ സിനിമ പിൻവലിച്ചത്. BJP സർക്കാരിന്റെ സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമയാണ്. ഹിന്ദു മതത്തിനോ വിശ്വാസത്തിനോ എതിരല്ല ആ സിനിമ. എന്നിട്ട് പോലും സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങി സിനിമ പിൻവലിച്ചിരിക്കുന്നു. ഇതെല്ലാമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഭയാനകമാണ് കാര്യങ്ങൾ. ആയിരക്കണക്കിനുള്ള ഏതെങ്കിലും ഹിന്ദുത്വ സംഘടനയിൽ ഒന്ന് പരാതിപ്പെടുമ്പോഴേക്കും കൊല ചെയ്യപ്പെടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒരു സാഹിത്യോത്സവത്തിൽ MT പറഞ്ഞതിൽ ഇത്തരം ഫാസിസ്റ്റ് നിലപാടുകളോടുള്ള പ്രതിഷേധമാണോ അടങ്ങിയിരിക്കുന്നതെന്ന നേരിയ സംശയം പോലുമില്ലാത്ത ഈ മാധ്യമങ്ങൾക്കും സർവതന്ത്ര സ്വതന്ത്രർക്കും നമോവാകം. 2003 കറന്റ് ബുക്സ് MTയുടെ തെരഞ്ഞെടുത്ത ലേഖനം എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് ചരിത്രപരമായ ഒരാവശ്യം എന്നാണ്. വിവാദ വ്യവസായികൾ ആ ലേഖനമെങ്കിലും വായിക്കണം. പുസ്തകം ഒന്ന് വെറുതെ മറിച്ചു നോക്കിയാലും മതി.
MT എത്രയോ വർഷം മുമ്പ് പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തതിൻ്റെ ആവർത്തനം മാത്രമായിരുന്നു കോഴിക്കോട്ടെ പ്രസംഗമെന്നും. അതെങ്ങനെ വായിച്ച് ശീലമില്ലല്ലോ, വിമർശിച്ചും അപഹസിച്ചുമുള്ള ശീലങ്ങളല്ലേ ഈ കൂട്ടർക്ക് ഉള്ളൂ.